ചില ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കൂല എന്നിട്ട് പറയും എൻ്റെ ഉള്ളിൽ നിറച്ച് സ്നേഹമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ എനിക്കറിയില്ല. നല്ല രൂപത്തിൽ സംസാരിക്കണ മനുഷ്യന്മാരെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളെങ്ങനെയാ ക്ഷമ പറയുക? ഒരാളോട് ക്ഷമിക്കാൻ പറയുക എങ്ങനെയാണെന്നറിയോ? എനിക്ക് തീരെ ക്ഷമയില്ല, എത്ര പറഞ്ഞാലും എനിക്കെന്തില്ല ഒരു ക്ഷമ എന്ന് പറഞ്ഞ സംഗതി എൻ്റെ ജീവിതത്തിൽ. ഇത് പറയണത് ക്ഷമയിലാണോ? ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്, എനിക്കെന്തില്ല, ക്ഷമയില്ല, മാറണം. നന്മ പറഞ്ഞു കൊടുക്കേണ്ടത് നന്മയിലൂടെയാണ്, നന്മ പറയേണ്ടത് തിന്മയിലൂടെ അല്ല. നമ്മൾ ദേഷ്യം പിടിച്ച് പറഞ്ഞിട്ട് ചില ആൾക്കാർ ഓനെ മനസ്സിലാക്കിയില്ല. ഞാൻ ചോദിക്കും, നിങ്ങളത് പറഞ്ഞിനോ? ഇല്ല. ചില ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കൂല എന്നിട്ട് പറയും എൻ്റെ ഉള്ളിൽ നിറച്ച് സ്നേഹമാണ്, മക്കളോടൊക്കെ സ്നേഹമാണ്, മക്കളോടും ഭാര്യനോടും ഭർത്താവിനോടൊക്കെ സ്നേഹമാണ്, എൻ്റെ ഉള്ളിൽ നിറച്ച് സ്നേഹമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ എനിക്കറിയില്ല. പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്തിനാ? പിന്നെ അവിടെ സ്നേഹം എന്നുള്ള ടേം എന്തിനാണ് യൂസ് ചെയ്യണത്? പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കബറിൻ്റെ പുറത്ത് കൊണ്ടേ വെക്കാനോ? മരിച്ചു കഴിഞ്ഞിട്ട് കബറിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറയാൻ എനിക്ക് കുറേ സ്നേഹം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ, എനിക്കൊന്നും എന്നോട് ചെയ്യാൻ പറ്റിയില്ല, അതിനാണോ? ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം, അല്ലാതെ മരിച്ചു കഴിഞ്ഞ് വിലപിക്കണതിൽ അർത്ഥമില്ല. മരിച്ചു കഴിഞ്ഞിട്ട് കബറിൻ്റെ മേലെ പൂക്കളായിട്ട് കൊടുക്കണതിൽ യാതൊരു അർത്ഥവുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം. സ്നേഹമായിട്ട് തന്നെ കിട്ടണം, അല്ലേ? ഒരു കിണറുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് നമ്മളൊരു ചെടി കുഴിച്ചിട്ടിട്ട് നമ്മൾ ചെടിനോട് പറയുകയാണ്, ഇതാ ഈ കിണർ നിറച്ച് എനിക്ക് എന്നോടുള്ള സ്നേഹമാണ്. വെള്ളം സ്നേഹമായിട്ട് കാണുകയാണെങ്കിൽ ഈ കിണർ നിറച്ച് എനിക്ക് എന്നോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ് ചെടിക്ക് മനസ്സിലാവുമോ? ചെടിക്ക് എപ്പോഴാണ് സ്നേഹം മനസ്സിലാവാന്നറിയോ? ഞാൻ ആ കിണറിൽ നിന്ന് വെള്ളം കോരിയിട്ട് അതിലൊഴിച്ചു കൊടുക്കുന്ന സമയത്താണ് ചെടിക്ക് എന്ത് മനസ്സിലാവുക? ഈ മനുഷ്യൻ എന്നോട് സ്നേഹമുണ്ട് എന്ന് മനസ്സിലാവും. അല്ലാതെ ഈ കിണർ നിറച്ച് എന്നോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രകടമാക്കി തന്നെ കാണിക്കേണ്ടിയിരിക്കും. സ്നേഹം അങ്ങനെയാണ്, അത് കാണിക്കാൻ തയ്യാറാവണം. അത് സംസാരത്തിലൂടെയാണ് ആദ്യം വ്യക്തമായി കൊടുക്കേണ്ടത്. നല്ല സംസാരം സംസാരിക്കുക. ദേഷ്യം പിടിച്ചിട്ട് ഈ ക്ഷമിക്കണം എന്ന് പറഞ്ഞു കൊടുക്കലല്ല.